അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മനുഷ്യരാകുന്ന നാം ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാണ്. പാപങ്ങളെ കൊണ്ട് മലിനമായ ഹൃദയമുള്ളവരാണ് നമ്മളൊക്കെ. എന്നാൽ ഈ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യൽ, തൗബ ചെയ്യൽ മനുഷ്യരായ മുസ്ലിമായ നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസത്തിൽ 60 അല്ല 70 അല്ല 100-ൽ പരം തൗബ തേടിയിരുന്നു എന്ന്. ആരാണ് ഹബീബായ നബി തങ്ങൾ? ഇൻസാനുൽ കാമിൽ, പരിപൂർണനായ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഅസൂമായ, പാപത്തിൽ നിന്ന് മോചിതനായ ഹബീബായ നബി തങ്ങളടക്കം 60-ൽ പരം അതല്ലെങ്കിൽ 100-ൽ പരം തൗബ തേടിയിട്ടുണ്ടെങ്കിൽ, സാധാരണ മനുഷ്യരാകുന്ന പല ഹറാമുകളും ചെയ്യുന്ന, ഹറാമുകൾ കാണുന്ന, ഹറാമുകൾ കേൾക്കുന്ന നാം എത്രമാത്രം തൗബ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും, വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന യൗമുൽ ജുമാ, ആ ജുമാ ദിവസം ജുമാക്ക് മുമ്പായിക്കൊണ്ടൊരു മനുഷ്യൻ സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്നുള്ള ദിക്ർ 100 പ്രാവശ്യം അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ, 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്നുള്ള തസ്ബീഹ് അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ, ജുമാ അല്ലെങ്കിൽ ളുഹർ, സ്ത്രീകളാകുമ്പോൾ അവർക്ക് ജുമാ നിർബന്ധമില്ലല്ലോ, ളുഹർ, ആ ളുഹറിന്റെ മുമ്പായിക്കൊണ്ട് അവൾ ഈ തസ്ബീഹ് 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ 1000 പാപങ്ങൾ പൊറുക്കപ്പെടും. അതുപോലെ തന്നെ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജീവിക്കുന്ന കാലത്ത് ചിലപ്പോ മാതാപിതാക്കളെ നമ്മൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാകാം, ആക്ഷേപിച്ചിട്ടുണ്ടായേക്കാം. അത്തരത്തിലുള്ള മാതാപിതാക്കൾക്കൊരു സമ്മാനം നമ്മൾ നൽകണം, അവർക്ക് വേണ്ടി പാപമോചനം നമ്മൾ തേടണം, അതിന് നമ്മൾ ബാധ്യസ്ഥരാണ്. അത്തരത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ 24,000 പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകും. ചെല്ലുന്ന ആളുടെ 1000 പാപങ്ങളും അതുപോലെ തന്നെ ചെല്ലുന്ന ആളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ 24,000 പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ ദിവസം കൊണ്ട് പുറത്തു നൽകുന്നുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസം നമ്മൾ പലപ്പോഴും പല ദിക്റുകളും ചൊല്ലാറുണ്ട്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിൽ ഈ ദിക്റ് കൂടെ നമ്മൾ ചൊല്ലുക, അതുമൂലം ഒരുപാട് പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. എന്നാൽ ചിലര് വിചാരിക്കും, 1000 പാപങ്ങൾ എനിക്കൊന്നുമില്ല, പിന്നെ അള്ളാഹു ഇങ്ങനെ 1000 പാപങ്ങൾ പുറത്തു നൽകും. എന്നാൽ അതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പാപങ്ങളൊന്നുമില്ലാത്ത കുറച്ച് പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ ഒരുപാട് നന്മകൾ ഇതിലൂടെ അവന് റബ്ബ് സംവിധാനിക്കും എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്ർ മുറിയാതെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ജുമാഅക്ക് മുമ്പായിക്കൊണ്ട് 100 പ്രാവശ്യം ചെല്ലാൻ, അതിലുപരി ചെല്ലാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.